തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി സരയൂ നദിയിൽ ലയിച്ചു. ശ്രീകൃഷ്ണൻ തന്റെ അവതാര ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി സ്വർഗാരോഹണം ചെയ്തു. നാം യഥാർത്ഥത്തിൽ ആരാധനയിലൂടെ അർത്ഥമാക്കുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഏത് രൂപത്തിലോ ഭാവത്തിലോ ഉള്ള മൂർത്തികളെ ആരാധിച്ചാലും ലക്ഷ്യം ഒന്ന് തന്നെ. എന്നാൽ മേൽപ്പറഞ്ഞ മഹത്തായ ജീവിത കഥകൾ ആരാധനയെ കൂടുതൽ എളുപ്പമാക്കുന്നു. അത് തന്നെയാണ് ശ്രീരാമനെയും കൃഷ്ണനെയും ആരാധിക്കുന്നതിനു പിന്നിലുള്ള രഹസ്യവും. ബാലാലയങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ക്ഷേത്ര പുനർനിർമ്മാണ വേളകളിൽ ശ്രീകോവിലിനു മാറ്റം വരുത്തുമ്പോൾ ദേവചൈതന്യത്തെ ആവാഹിച്ച് മറ്റൊരു ചെറുപുര കെട്ടി പ്രതിഷ്ഠിക്കുന്നു. ഈ താൽക്കാലിക ആരാധനാ സ്ഥാനങ്ങളാണ് ബാലാലയങ്ങൾ. പണി പൂർത്തിയായ ശ്രീകോവിലിൽ ദേവപ്രതിഷ്ഠ നടക്കുന്നതോടെ ഈ ബാലാലയങ്ങൾ പൊളിച്ചു കളയുകയാണ് പതിവ്. ഇനി നമുക്ക് ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇരുമുടി കെട്ടുമേന്തി ഒഴുകി നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ പശ്ചിമഘട്ട മലനിരകളിൽ വിശ്രമിക്കാനെത്തുന്നു. വ്രതശുദ്ധിയുടെ നീരൊഴുക്കിൽ കരകളെ തഴുകി ഉണർത്തി അച്ഛൻ കോവിലാർ തിരുസന്നിധി തേടി യാത്രയാകുന്നു. അവിടെ കലികാലത്തിൻ്റെ സമസ്ത ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസവിധം നമ്മെ തൊട്ടു വിളിക്കുന്നു. സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിൻ്റെ ശരണസവിധം. ഇവിടെയാണ് പുകൽപെറ്റ അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്താവ് പൂർണ്ണ, പുഷ്കല എന്നീ ഭാര്യമാരോടൊപ്പം ഭക്തർക്ക് അനുഗ്രഹവും അനുഭൂതിയും ചൊരിഞ്ഞ് രാജകീയ പ്രൗഢിയിൽ വാണരുളുന്നത്. അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്താവ് അച്ഛൻകോവിൽ അരശൻ, ആണ്ടവൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നയിനാർ വീരമണി കണ്ഠൻ ശാസ്ത അയ്യനാർ എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്താവിനെ വിശേഷിപ്പിക്കുന്നത്. പരശുരാമൻ സ്ഥാപിച്ച 5 പ്രധാന ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നായ അച്ഛൻകോവിലിലെ പ്രതിഷ്ഠ അന്നത്തെ കൃഷ്ണശിലാ വിഗ്രഹം തന്നെയാണ് എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇവിടുത്തെ മറ്റൊരു സവിശേഷത ക്ഷേത്ര സമീപത്ത് വിരാജിക്കുന്ന മലകൾക്കും സമീപമൊഴുകുന്ന നദിക്കും എല്ലാം ഒരേ പേരു തന്നെയാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ വനമധ്യത്തിലാണ് അച്ഛൻകോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ. അച്ഛൻകോവിൽ അരശൻ്റെ തിരുസന്നിധി തേടി യാത്രയാകുന്ന ഭക്തന് കലിദോഷങ്ങളെല്ലാം അകലുന്നു എന്നാണ് വിശ്വാസം. അശ്വരൂപം പ്രതിഷ്ഠിതമായ കൊടിമരത്തിന് ചുവട്ടിൽ ഭക്തിപാരവശ്യത്തോടെ നിൽക്കുമ്പോൾ ശ്രീകോവിലിൽ വാണരുളുന്ന ശാസ്താവിൻ്റെ ചൈതന്യപ്രവാഹം ഭക്തന്റെ ഹൃദയകമലത്തെ വിടർത്തുന്നത് നാം അറിയുകയാണ്. ശ്രീകോവിലിലെത്തുന്ന ഭക്തൻ അച്ഛൻകോവിൽ ആണ്ടവന്റെ തിരുരൂപം മിഴികളടച്ച് മനക്കണ്ണിലൂടെ ഹൃദയസരസിലേക്ക് ആവാഹിക്കുന്നു. രാജയോഗാസനത്തിൽ ഇരിക്കുന്നവനായാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ. വലതുകാൽ ചമ്രം പടിഞ്ഞും ഇടതുകാൽമുട്ട് മടക്കിയും അരപ്പട്ട ധരിച്ചുമാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇടതു കാൽമുട്ടിന് മുകളിൽ ഇടതു കൈവച്ചും വലതു കൈ മലർത്തിപ്പിടിച്ചും അച്ഛൻകോവിൽ അരശൻ അനുഗ്രഹം നൽകുന്നു. ഇടതും വലതും ഭാഗങ്ങളിൽ ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരും ദർശനഭാഗ്യം നൽകുന്നു. എത്ര കൊടിയ വിഷം തീണ്ടിയാലും ശ്രീധർമ്മശാസ്താവിൻ്റെ തൃക്കൈ പ്രസാദം കഴിച്ചാൽ വിഷം ഇറങ്ങും എന്നാണ് അനുഭവം. ആധുനിക ജീവിതത്തിൽ ഭഗവാൻ വിഷഹാരി എന്ന നിലയിലും അറിയപ്പെടുന്നു.
അതുകൊണ്ടുതന്നെ അത്താഴ പൂജ കഴിഞ്ഞാലും ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ നട തുറക്കുമെന്നതും പ്രത്യേകതയാണ്. വിഷം തീണ്ടിയ ഭക്തന് ഭഗവാന്റെ തൃക്കൈയിൽ സദാസമയവുമുള്ള പ്രസാദവും പ്രദക്ഷിണ വഴിക്കരികിലെ തീർത്ഥക്കിണറിലെ ജലവും ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്നു. ശാസ്താവിൻ്റെ തിരുമുമ്പിൽ 18 പടികളുടെ വലത് ഭാഗത്ത് ഗണപതിയും ഇടതുഭാഗത്ത് ഷൺമുഖനും അനുഗ്രഹം ചൊരിയുന്നു. നാലമ്പലത്തിനു പുറത്ത് പ്രദക്ഷിണ വഴിയുടെ സമീപത്ത് ആറാട്ടുടയോൻ എന്ന മൂർത്തി ഏറെ പ്രത്യേകതയുള്ളതാണ്. മഴ പെയ്യിക്കാനും അതിവൃഷ്ടിയെ തടഞ്ഞു നിർത്താനും ഈ ദേവന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിനുവേണ്ടി അരിനിരത്തിൽ എന്ന വഴിപാട് ഭക്തജനങ്ങൾ നടത്തിവരുന്നു. മേൽക്കൂര ഇല്ലാത്തതാണ് ഈ പ്രതിഷ്ഠ. അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താവ് അച്ചൻകോവിൽ അരശനായും ആണ്ടവനായും ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയാണ്. വിവിധ രൂപങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു കുടികൊള്ളുന്ന അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു. ഉപദേവന്മാരുടെ പേരിലും അച്ചൻകോവിൽ ഏറെ പ്രസിദ്ധമാണ്. പ്രദക്ഷിണ വഴിയിൽ വടക്കോട്ട് ദർശനമായി ശംഖചക്ര ഗദാ പങ്കജധാരിയായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തിരുമുറ്റത്തിനകത്ത് തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി മാമ്പഴത്തറ ഭഗവതി കുടികൊള്ളുന്നു. തെക്കു പടിഞ്ഞാറേ കോണിൽ ഉപദേവനായി ഗണപതിയും കുടികൊള്ളുന്നു. പടിഞ്ഞാറേ ഗോപുരം കടന്ന് മുന്നോട്ട് നടന്നാൽ ആൽത്തറയിൽ നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും മുകളിലുള്ള പടികൾ കയറി എത്തുന്നതാണ് അമ്മൻകാവ്. ശ്രീഭദ്ര, വനദുർഗ എന്നീ സങ്കല്പത്തിലുള്ള 2 കണ്ണാടി പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ഭുവനേശ്വരി അമ്മൻ എന്ന പേരിൽ ഉപവിഷ്ടരായിരിക്കുന്ന അമ്മമാർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്നാണ് അനുഭവം. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഇവിടെ നടത്തുന്ന ഉച്ചപൂജ ഏറെ പ്രസിദ്ധമാണ്. ഇതിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അമ്മൻകാവിലെ ദർശനം ജന്മസൗഭാഗ്യം നേടിക്കൊടുക്കുന്നു എന്നാണ് അനുഭവം. പുത്രലബ്ധി ആഗ്രഹിക്കുന്നവർ ദേവിമാർക്ക് കരിവള, മഞ്ഞൾപ്പൊടി, പട്ട് എന്നിവ സമർപ്പിച്ച് ശരണം പ്രാപിക്കുന്നു. കുട്ടികൾക്കുണ്ടാകുന്ന ഭയം തുടങ്ങിയ ദോഷങ്ങൾക്ക് ഇവിടെ സമർപ്പിച്ച കരിവളയിലൊന്ന് അണിഞ്ഞാൽ പരിഹാരം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മേൽക്കൂരയില്ലാതെ തികച്ചും പ്രകൃതിയുടെ സംരക്ഷണയിലാണ് ഈ കാവ്. അച്ഛനും നീ അമ്മയും
സത്യസ്വരൂപനാം അയ്യപ്പ. അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്താവ് അച്ഛൻ കോവിൽ അരശനായും ആണ്ടവനായും ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയാണ്. വിവിധ രൂപങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു കുടികൊള്ളുന്ന അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു.